നിലാവിൻ പൂമുറ്റമാകെ ഓണവില്ലോ ഒന്നായി നിന്നേ കണ്ണുകൊണ്ടോ താളം പിടിച്ചേ കൈകളെല്ലാം കളം വരച്ചേ മനുഷ്യരെല്ലാരും ഒന്നു പോലുള്ളൊരു കാലം ആമോദത്തോടെ വസിക്കും കാലം പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ ആവേശത്തോടെ രസിക്കും കാലം. നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾക്ക് എന്ത് വിഭവം തരുമെന്ന് ആലോചിച്ചപ്പോൾ എല്ലാ ഓണത്തിനും പുതിയ അതിഥികളുമായി ഞാൻ എത്താറുണ്ട്. ഈ ഓണത്തിന് ആരെ തരുമെന്ന് ആലോചിച്ചപ്പോൾ ഒരാളെ പോരാന്ന് തോന്നി. ഒരു കൂട്ടം ആളുകളുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തുന്നത്. ചെറിയ 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 സർപ്രൈസുകളും ഉണ്ട്, സസ്പെൻസുകളും ഉണ്ട്. ഞാൻ പരിചയപ്പെടുത്താം. ഈ ഓണത്തിന് നമുക്കൊപ്പം ചേരുന്നത് ഇൻഫ്ലുവൻസേഴ്സ് ആണ്. നിങ്ങൾക്കൊക്കെ ഒരുപാട് പരിചയമുള്ള സ്ത്രീകളാണ്, കുട്ടികളാണ്. അപ്പോൾ ആദ്യം തന്നെ പൂർണിമയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരം സ്ലാങ് കൊണ്ട് ഒരുപാട് പേരുടെ മനസ്സിലേക്ക് കയറിയ പൂർണിമയുടെ ഓണ വിശേഷങ്ങൾ ചോദിക്കാം. അതിന് മുമ്പ് മറ്റുള്ളവരെ കൂടെ പരിചയപ്പെടാം. അനുപമയും എല്ലാവർക്കും ഇപ്പം പരിചയമുണ്ട്. എത്ര ഫോളോവേഴ്സ് ആയിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ? 1.9K. യെസ്, അതെ. അടുത്തത് നമുക്ക് നമ്മുടെ ഒരു ഫുഡ് ബ്ലോഗർ കൂടിയാണ് ചേരുന്നത്, ആതിര. ഹായ്, ഹാപ്പി ഓണം. താങ്ക് യു, ഹാപ്പി ഓണം. ഓക്കെ. പിന്നെ വർഷ, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വർഷ. ഇതാണ്. അപ്പൊ ഈ ഓണത്തിന് തിരുവനന്തപുരത്തുകാരായ ഈ 4 പെൺകുട്ടികളെ അവരുടെ ലൈഫ് എങ്ങനെ പോകുന്നു, അവരുടെ സോഷ്യൽ മീഡിയ ലൈഫ് എങ്ങനെ പോകുന്നു എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം, ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങളുടെ ഒപ്പം അതെ, എന്താണ് ഒരു സീരിയസ് ആയിട്ട് അനുപമയെ സംബന്ധിച്ച് ഇത്തവണത്തെ ഓണം സ്പെഷ്യൽ ആണ്. അത് അനുപമയുടെ ഒരു ഫോളോവർ എന്ന നിലയിൽ ഞാൻ അതിൽ വളരെ സന്തോഷിക്കുന്നു. അതെന്താന്ന് വെച്ചാൽ അനുപമ എപ്പോഴും റീലുകളിൽ ചിലപ്പോൾ ഒരു ഡിപ്രഷൻ മൈൻഡൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ കുറെ നാളുകളായിട്ട് ഇങ്ങനെ കേറി വരുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. എങ്ങനെയാ ഈ ഓണം അങ്ങനെ ഒരു മൂഡിലേക്കാണോ? ആണ്. എന്താണ് ഒരു സംരംഭം അല്ലെ, ഒരു സ്റ്റിച്ചിങ് സെന്റർ, എന്താണ് നമ്മൾ തുടങ്ങിയതിനെ കുറിച്ച് പറയാമോ? ഞാൻ ഫസ്റ്റ് വിചാരിച്ച ഈ കൊച്ചുങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ്. പിന്നെ അത് കൊച്ചുങ്ങളതായി പിന്നെ വലിയവരുടെ ഓർഡർ ഇപ്പൊ വരണുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഫോളോവേഴ്സിന്റെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ട്. അങ്ങനെ ഈ കമന്റ്സ് കുറവാണ്. ഉണ്ട് എന്നാലും കുഴപ്പമില്ല. എന്നിട്ട് അവരിൽ നിന്ന് ഒരാള് തന്നെ വന്ന് അല്ലെ ഒരു തയ്യൽ മെഷീൻ തരുന്നു. അനുപമ ഇനി ഇങ്ങനെ ഇരുന്നാ പറ്റില്ല അല്ലെ, നമുക്ക് മക്കളെ വളർത്തണം എന്ന് പറയുന്നത്. അങ്ങനെ മുന്നോട്ട് വരുന്നു. ഇപ്പൊ ഭയങ്കര ഹാപ്പി ഫേസ് ആണ് അനുപമയുടെ. ആണ്. അപ്പൊ ഓണം എങ്ങനെയാണ് സാധാരണ? ഓണം എങ്ങനെയാണ് സാധാരണ? അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കലാണ് കുഴപ്പമില്ല. പിന്നെ പിള്ളേരെയൊക്കെ വിളിച്ച് ഓട്ടം മത്സരം അതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പണ്ടോട്ടേ ഉണ്ട്. നമ്മള് പണ്ട് ഓടുമായിരുന്നു. പിന്നെ ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അനുഭവം. ഇടയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു, പക്ഷെ അതിൽ നിന്നൊക്കെ റിക്കവർ ആയി വരും. അതിലേക്കൊന്നും ഞാൻ ഇനി പോകുന്നില്ല, അത് നമുക്ക് അതിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒരിക്കലും അവരുടെ കണ്ടന്റ് നമ്മളോട് വിട്ട് പറയാറില്ല. കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഇന്റർവ്യൂവിന് വിളിച്ചാൽ പോലും ചിലപ്പോൾ വരാത്തതാണ്. അപ്പൊ എന്തായാലും ഇവരുടെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അതിനെനിക്കൊരു വഴിയുമുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ അടുത്ത് പോകുന്നത് പൂർണിമയിലേക്കാണ്. പൂർണിമ തിരുവനന്തപുരം സ്ലാങ്, ഞാനും തിരുവനന്തപുരത്തുകാരിയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. ഈ തിരുവനന്തപുരം സ്ലാങ് ആണ് കണ്ടന്റ് ചെയ്യാറ്. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്, ആദർശിന്റെയും വർഷയുടെയും ഒക്കെ കൂടെ ഒരുപാട് കണ്ടന്റ്സ് കണ്ടിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ്, അതിന്റെ ഒരു അക്സെപ്റ്റൻസ് എങ്ങനെയാണ്? അത് മാറ്റാൻ പറ്റൂല? ഇല്ല, അത് ഞാൻ കണ്ടന്റ് നമുക്ക് അറിഞ്ഞുകൂടല്ലോ നമ്മള് സംസാരിക്കണം എങ്ങനെയാണെന്ന്. സംസാരം ആൾക്കാരെല്ലാം കൂടെ അത് തിരുവനന്തപുരം ഭാഷ അപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം ഞാൻ അങ്ങനെയാണ് സംസാരിക്കുന്നത്. കുഴപ്പമില്ല. ഓണം എങ്ങനെയാ? ഓണമേടെ കുഴപ്പമില്ല, വീട്ടിലും ഫാമിലി ആയിട്ട്. ഏറ്റവും ഇഷ്ടം സദ്യ തന്നെയാണോ? ആണ്. അത് തന്നെയാണ്. സദ്യയിൽ ഏറ്റവും ഇഷ്ടം എന്താ? പൈനാപ്പിൾ പച്ചടി. ശരി. കുക്കിംഗ് അറിയാമോ? എനിക്ക് കുറച്ചറിയാം, കുഴപ്പമില്ല, അറിയാം. അപ്പൊ നമുക്ക് അടുത്തത് ഫുഡ് ബ്ലോഗറിലോട്ട് പോവാം. ഫുഡിന്റെ കാര്യം ചോദിച്ചപ്പോഴത്തേക്കും ആതിര ഹായ് സുന്ദരിയായിട്ടുണ്ട്. അങ്ങോട്ട് അങ്ങനെ. അപ്പൊ എങ്ങനെയാണ് ഫുഡ് ബ്ലോഗിങ്ങിലേക്ക് വന്നത്? എങ്ങനെയാണ് ഫുഡ് ബ്ലോഗിങ്? ആദ്യമൊക്കെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് ഞാൻ. അത് അത്യാവശ്യം 1 മാസം 2 കിലോ വെച്ചൊക്കെ കൂടുന്ന ഒരു ടൈപ്പാണ്. അത്യാവശ്യം അത്ര നന്നായിട്ട് ഫുഡ് കഴിക്കും. അപ്പൊ ഇത് അതിന് ഞാൻ ഒന്ന് ഇടപെട്ട് പറയാം. ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചോർത്തി എടുക്കണം എനിക്ക്. റാഷിദ് ഒരു മെന്റലിസ്റ്റ് ആണ്. അപ്പം എല്ലാവർക്കും ഓണാശംസ പറഞ്ഞിട്ടുണ്ട്. ഈ ഓണത്തിന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഗിഫ്റ്റ് ആണ് റാഷിദ്. അതായത് നമ്മള് മെന്റലിസം
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ? അപ്പൊ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഈ ഓണത്തിന് തരികയാണ്. റാഷിദ്, ഞാൻ ഇവരെ പരിചയപ്പെടുമായിരുന്നു. അപ്പൊ ആതിര ഫുഡ് ബ്ലോഗർ ആണ്, അതിനെ കുറിച്ച് സംസാരിക്കായിരുന്നു. ഇത് നമ്മുടെ പൂർണിമ സംസാരിച്ചു. പൂർണിമയുടെ തനി നമ്മുടെ തിരുവനന്തപുരം സ്ലാങ് ആണ് ശ്രദ്ധിക്കപ്പെടുന്നത്. എല്ലാവരും തിരുവനന്തപുരത്തിന്റെ ആളുകളാണ്, നമ്മളും തിരുവനന്തപുരത്തുകാരാണല്ലോ ആണ്. അപ്പൊ അതിന്റെ ഒരു അഭിമാനം ഈ ഓണം തിരുവനന്തപുരത്തിനൊപ്പം. നമുക്ക് അടുത്ത വർഷയോട് ചോദിക്കാം. വർഷ, അപ്പൊ എങ്ങനെയാണ് വർഷ ആദർശ ആ ജോഡി വന്നു, അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടു, ഇപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞു, അതൊക്കെ ആരാധകർ ഏറ്റെടുത്തു, ഇനി കല്യാണത്തിലോട്ട് പോവാണ്. അപ്പം ഓണത്തിന് മുമ്പുള്ള ബാച്ചിലർ ആയിട്ടുള്ള കല്യാണത്തിന് മുമ്പുള്ള ബാച്ചിലർ ഓണമാണ്. എന്താണ് ഇത്തവണത്തെ ഓണത്തിന്റെ പ്ലാൻസ്? പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ല. പിന്നെ നമ്മൾ എല്ലാ വർഷത്തെയും പോലെ തന്നെ നമ്മള് ഫ്രണ്ട്സ്, ഫാമിലി അങ്ങനെ എല്ലാരും കൂടെ കൂടാറുണ്ട്. അപ്പം കഴിഞ്ഞ ഓണം അതിന് മുന്നത്തെ ഓണം അങ്ങനെ തന്നെയായിരുന്നു. ഇത് ഇങ്ങനെയാവുന്ന അറിയത്തില്ല. പ്ലാനും ഇവര് തമ്മിൽ ചെറിയ ബന്ധവും കൂടെ ഉണ്ട് കേട്ടോ. വർഷ കല്യാണം കഴിക്കാൻ പോകുന്ന ആദർശ്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആദർശിന്റെ ചേട്ടത്തിയാണ് ഇയാള്. അതെ. അപ്പൊ അങ്ങനെ ഒരു ബന്ധവും കൂടി ഉണ്ട്. മൊത്തം കുടുംബം മൊത്തമായിട്ട് അതെ, ഇപ്പൊ അതാണ് ട്രെൻഡ്. അപ്പൊ ഇനി ഞാൻ കൂടുതൽ സംസാരിക്കണ്ടല്ലോ, ഞാനൊന്ന് എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു കേട്ടോ റാഷിദിന്റെ. അപ്പോഴാണ് എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ആളുകളെ എത്തിക്കാം എന്നുള്ളത് തോന്നിയത്. അപ്പൊ എന്തായാലും ഹാപ്പി ഓണം. ഇവരോടൊക്കെ ഇവരൊക്കെ എങ്ങനെയുണ്ട് മൈൻഡ് വൈസ് നോക്കി എല്ലാരെയും ഒന്ന് എങ്ങനെയാണ്? ഓണം മൂഡിലല്ലേ? ഓണം മൂഡിലാണ് എല്ലാരും, ഓണം മൂഡിലാണ്. നിന്റെ ഓണം എങ്ങനെയാണ് റാഷിദ്? റാഷിദ് എന്റെ കോളേജ് മേറ്റ് ആണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആളാണ്. മാറിവാന്യൂസ് ഞങ്ങളുടെ കോളേജിൽ പഠിച്ച ആളാണ്. അപ്പൊ എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു മെന്റലിസ്റ്റിന്റെ കൂടെ അല്ലെങ്കിൽ പഠിച്ച ആളാണ്, ഞങ്ങളുടെ ബാച്ച് മേറ്റ് ആണെന്നൊക്കെ പറയാൻ പ്രൗഡ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് റാഷിദിന്റെ ഓണം? എനിക്കും സന്തോഷം നീ സംസാരം നിർത്താത്തത്. ഇത് ഞാൻ നേരത്തെ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. കമോൺ, ക്യാരി ഓൺ, പറഞ്ഞോളൂ. ഓണത്തെ കുറിച്ച് പറയാം, അവരോട് സംസാരിക്കാം. ഓണം എനിക്ക് ഏറ്റവും കൂടുതൽ യാത്രകളുമായിട്ട് കണക്റ്റഡ് ആണ് എന്റെ ഓണം. കുട്ടിക്കാലം മുതൽ തന്നെ ആ ഓണം അവധി ഉണ്ടല്ലോ, അപ്പൊ കുറച്ച് ബന്ധുവീടുകളിലേക്ക് പോവാ. അതുപോലെ നമുക്കൊരു യാത്രാ ഗ്രൂപ്പ് ഉണ്ട്, ഒരു 10-40ഓളം പേരുണ്ട്. അപ്പൊ ഈ അതിനുശേഷം വർക്ക് ചെയ്യുമ്പോഴും ഒരു 10-12 ദിവസം ലീവ് എടുത്ത്, കൂടുതലും ഓണാവധിക്കൊക്കെയാണല്ലോ നമുക്ക് ലീവ് എടുക്കാം. അപ്പൊ അതെടുത്തിട്ട് ഒന്നുകിൽ ബംഗാൾ, ബീഹാറൊക്കെ പോവാ, അല്ലെങ്കിൽ കാശ്മീർ പോവാ, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് പോവാ. അങ്ങനെ ഓരോ വർഷവും ഘട്ടം ഘട്ടമായിട്ട് നമ്മളിങ്ങനെ ഇന്ത്യ ഓരോ ഘട്ടങ്ങളായിട്ട് പോവാം. പിന്നെ അതിർത്തി രാജ്യങ്ങൾ പോവാ. നിങ്ങൾ പോകാറുണ്ട്? പ്രത്യേകിച്ച് നമ്മുടെ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ എന്തോരം സംസ്കാരങ്ങൾ അല്ലെങ്കിൽ എന്തോരം പല രാജ്യങ്ങളുടെ ഒരു കൂട്ടാണെന്ന് തന്നെ പറയേണ്ടി വരും. ഓണത്തിനാണ്. പല ആളുകളുമായി സംസാരിച്ച് അവരുടെ മനസ്സ് അങ്ങനെയാണോ? മെന്റലിസം മാത്രമല്ല, എന്റെ ഒരു മേജർ മേഖല ഹിപ്നോസിസ് ആണ്. പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അതിന്റെ ഒരു ബേസ് എന്ന് പറയാം. അപ്പൊ ഞാൻ പഠിച്ചത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടും നമുക്ക് ഇനി എന്ത് എന്നുള്ളതുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ച 1-2 പ്രയോഗങ്ങളുണ്ട്. ഒരു പ്രയോഗം ഞാൻ പറയുകയാണ്. ഷാറൂഖ് ഖാൻ, പ്ലീസ് ഡോണ്ട് തിങ്ക് ഷാറൂഖ് ഖാൻ റൈഡിങ് എ യെല്ലോ സ്കൂട്ടർ. ഓക്കെ, ഒരു മഞ്ഞ സ്കൂട്ടർ ഷാറൂഖ് ഖാൻ ഇങ്ങനെ ഓടിക്കുന്നതായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്, ആരും ചിന്തിക്കരുത് അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് അല്ലെ? അപ്പൊ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ ചെയ്താൽ അത് പാളും. അപ്പൊ അതിലൊക്കെ ഇങ്ങനെയുള്ള ചില ഉദാഹരണങ്ങളാണ് എന്നെ കൂടുതലും ഹുക്ക് ചെയ്തത്. അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക. അപ്പൊ അങ്ങനെ ഞാൻ 4 സുന്ദരികളെ തന്നിരിക്കുന്നു. നമുക്ക് അവർക്കൊക്കെ മെന്റലിസം എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല? ഈ മനസ്സിലൊക്കെ ഉള്ളത് വായിക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ ഉള്ളത് എന്താണ്, എവിടെയാണ് കണ്ടിട്ടുണ്ടോ? ശരി, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പം പാളിപ്പോവും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇടയ്ക്ക് ഈ കള്ളങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പിന്നെ എന്റെ കള്ളം കണ്ടുപിടിക്കാൻ അല്ല, അത് എല്ലാവരുടെ ഉള്ളിലും ഈ ഒരു കഴിവുണ്ട് അല്ലേ? പ്രത്യേകിച്ച് ഒരു കൊച്ചുകുട്ടികൾ വന്ന് കള്ളം പറയണമെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കിട്ടില്ലേ ഇല്ലേ? അതിന്റെ ആ കഴിവ് വികസിപ്പിക്കുന്നത് തന്നെയാണ് ഇതിന്റെ ഒരു മുന്നോട്ട് പോക്കെന്ന് പറയാം. കാരണം അതിനകത്ത് നമുക്ക് കിട്ടുമല്ലോ. കൊച്ചുകുട്ടികളുടെ മാത്രമല്ല, വേറൊരാള് എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടെങ്കിൽ അയാള് കൊറേ അല്ലേ അതന്നെ കല്യാണം കഴിച്ചാണോ? അതെ, ഒരു കുട്ടിയുണ്ട്. ശരി, പുള്ളിക്കാരുടെ മൈൻഡിൽ നിന്ന് നമുക്ക് ആദ്യം മൈൻഡില് സാധാരണ ഞാൻ ഈ ഫസ്റ്റ് ലവറേക്ക് കണ്ടുപിടിക്കാറുണ്ട്.
പക്ഷെ ഇത്തവണ ഒരു ടീച്ചറിനെ ബെസ്റ്റ് ടീച്ചറിനെ വിചാരിച്ചോ? ഓക്കെ, ബെസ്റ്റ് ടീച്ചർ അങ്ങനെ ഉണ്ടോ? എല്ലാരും കുഴപ്പമാണ്. എന്നാലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ട് അല്ലെ? അയാളുടെ നെയിം നിങ്ങളുടെ മൈൻഡിലുണ്ട്. ബെസ്റ്റ് ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് മാറോ? ഒരിക്കലില്ല. അല്ലേ? ഭയങ്കര എന്തുകൊണ്ടാണ് ബെസ്റ്റ് ടീച്ചർ? അമ്മയെ പോലായിരുന്നു. നമ്മൾ ആ പേരിന്റെ കൂടെ അമ്മ ചേർത്താ വിളിക്കുന്നത്. ടീച്ചർ അമ്മ ആ പേര്, മാഡത്തിന്റെ പേരിന്റെ കൂടെ അമ്മ ചേർത്താ വിളിക്കും. 10ാം ക്ലാസ് പഠിച്ചു. കുറെ അറിവ് എടുത്തു കൊടുക്കൽ മാത്രമല്ല, അവരുടെ കൂടെ ഉണ്ടാവും അല്ലെ? ഇപ്പോഴും ഉണ്ട് കൂടെ. ഇപ്പോഴും ഉണ്ട്. ശരി, ഞാനൊന്ന് വായിക്കാൻ ശ്രമിക്കാം. ആ ടീച്ചറിന്റെ നെയിമിന്റെ ഫസ്റ്റത്തെ ലെറ്റർ മാത്രം, ഇംഗ്ലീഷ് ലെറ്റർ മാത്രം ഒന്ന് മൈൻഡിൽ കൊണ്ടുവന്നേ. ചേഞ്ച് ചെയ്തതേ ഇല്ല. ഭയങ്കര കള്ളിയാണ്, കൺപുരികം പോലും ചലിപ്പിക്കുന്നില്ല അല്ലേ? പക്ഷേ ബൈ എനി ചാൻസ് ഫസ്റ്റ് ലെറ്റർ ജി ആണ്? ജി ആണ്? അതെ, ജിയാണ്. ഇവിടെ ആരോടെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ ഈ പേര്? ഞാൻ ഇവരുടെ അടുത്ത് എന്താ പറയാ, പണ്ട് ഇവളുടെ അടുത്ത് എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ഓർമ്മയുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു ടീച്ചർ ഉണ്ട്, അതാ സിസ്റ്റർ അല്ലേ? അപ്പൊ അന്ന് എന്തോ ഒരു കമ്മ്യൂണിക്കേഷനിൽ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ടോ? എന്നെ മുന്നേ കണ്ടിട്ടുണ്ടോ? എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല അല്ലേ? അതിനൊരു ചാൻസും ഇല്ല. അതാണ് ഇപ്പൊ കണ്ടത്. ശരി, നെക്സ്റ്റ് ലെറ്റർ ഒന്ന് മൈൻഡ് വിചാരിക്കാവോ? ഈസി അല്ലേ? ചേഞ്ച് ചെയ്തതേ, ചേഞ്ച് ചെയ്തത്. ഈസ് ഇറ്റ് ഈ തേർഡ് ലെറ്റർ കൊണ്ടുവന്നേ? ഐ മീൻ തേർഡ് ലെറ്റർ, മൂന്നാമത്തെ അക്ഷരം കൊണ്ടുവരൂ. കൊണ്ടുവന്നു. ഇല്ലല്ലോ, മൂന്നാമത്തെ അക്ഷരം തന്നെ കൊണ്ടുവരൂ. ഓഹോ, അത് ശരി. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ലെറ്റർ ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന്. ഓക്കെ ഓക്കെ. ഇമാജിൻ. ഒരു ഇമാജിനേഷൻ മാത്രമാണ് കേട്ടോ. ഒരു നിങ്ങൾ എന്തോ ഒരു അവാർഡ്, പ്രത്യേക ഒരു അവാർഡ് വാങ്ങാനായിട്ട് പോവാണ്. ഓക്കെ. അപ്പൊ അവിടെ ഒരു വിശിഷ്ട അതിഥിയായിട്ട് ഈ ടീച്ചറിനും ഒരു ആദരവൊക്കെ ഉണ്ട്. അപ്പൊ ഈ സ്റ്റേജിൽ വെച്ചിട്ട് ടീച്ചർ വളരെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങൾക്കും ടീച്ചറിനെ കണ്ടു, ടീച്ചർ നിങ്ങളെ കണ്ടെങ്കിലും കൂടി തിരിച്ചറിഞ്ഞു വരുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ പിടികിട്ടി. ഗീത ടീച്ചർ, ഗീതമ്മ. നമ്മള് ഗീതമ്മ എന്നാ വിളിക്കുന്നത്. 10ാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചറാണ്. രണ്ടാമത് എക്സ്പ്രഷൻ ഇടുന്നു അല്ലേ? ടീച്ചറുടെ പേര് മാത്രമേ പറയാം കേട്ടോ. അത് പറഞ്ഞാലേ അതിന്റെ രസം പോയില്ലേ? അല്ല, നമ്മള് പുറത്തെല്ലാരും പറയും ഇതൊക്കെ ചുമ്മയാണ്. ജീവിതത്തിലോട്ട് വരുമ്പോഴാണ് മനസ്സിലാവുന്നത്. എക്സ്പീരിയൻസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? അടിപൊളി. എന്നുവെച്ചാല് ജി ഓക്കെ, ഞാൻ ഈ പറഞ്ഞ അടുത്ത ഈ ആണ്, വീണ്ടും ഈ ആണല്ലോ, അവിടെ എന്തെങ്കിലും പറ്റുമോ? എന്റെ സംശയം നമ്മളിങ്ങനെ കണ്ണുകൊണ്ട് എഴുതുമോ എന്നൊക്കെ ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കും, ഇല്ല അതൊന്നും ഇല്ലായിരുന്നു അവിടെ. ഇയാൾക്ക് താല്പര്യമുണ്ട്. എനിക്ക് ടീച്ചർ ഇല്ല. ടീച്ചർ ഇല്ലെന്ന് എനിക്ക്. ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ കാണുമല്ലോ അല്ലേ? ATM ഒക്കെ ഉണ്ട്, ATM കാർഡൊക്കെ ഉണ്ട്. ഏത് ബാങ്കാണെന്ന് പോലും പറയണ്ട. അതിലൊരു പാസ്വേഡ് ഉണ്ടാവുമല്ലോ, ഓർമ്മയുണ്ടോ പാസ്വേഡ്? ഞാൻ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം കേട്ടോ. അല്ല, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കണമെങ്കിൽ തെറ്റില്ലല്ലോ. ചേഞ്ച് ചെയ്യാം, കുഴപ്പമില്ല. ചേഞ്ച് ചെയ്താൽ മതി. ഒത്തിരി കാശൊക്കെ ഉണ്ട് ഇപ്പൊ. ജസ്റ്റ് എവിടെ വേണോ നോക്കിക്കോളൂ. പക്ഷെ നിങ്ങളുടെ 4 ഡിജിറ്റ് ഉള്ള ആ ഒരു പിൻ നമ്പർ അല്ലേ, അതിന്റെ ഫസ്റ്റ് ഡിജിറ്റ് മാത്രം നിങ്ങളുടെ മൈൻഡിലുണ്ട്. Is it 2? Is it 2? ആണ്. നെക്സ്റ്റ് ഡിജിറ്റ് മാത്രം ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുപോവാ അല്ലേ? അഗൈൻ 2. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കാർഡ് നമ്മളിങ്ങനെ ഇട്ടിട്ട് ATM ഇട്ടിട്ട് ജസ്റ്റ് ഒരു 78,000 അടിച്ചു. എന്നിട്ട് ഈ 22 എന്തായാലും അടിച്ചല്ലോ. ഈ തേർഡ് ഡിജിറ്റ് ഞാനൊന്ന് ബീപ്പ് അടിക്കുകയാണ് കേട്ടോ. ബീപ്പ്. എനിക്കറിയാം, പക്ഷെ നമ്മുടെ ഒരു ATM കാർഡല്ലേ, നമ്പർ അല്ലേ? അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തോളൂ അല്ലേ? പൂർണ്ണമായിട്ട് ചേഞ്ച് ചെയ്തോളൂ. ചേഞ്ച് ചെയ്തോളൂ കേട്ടോ. കാരണം നമ്മൾ ഇതൊന്നും അങ്ങനെ കണ്ടുപിടിക്കാൻ പാടില്ല എന്നാണല്ലോ പറയാം. ഓക്കെ, എന്നാ പറയാം.
എന്തായാലും നമ്മൾ ഇതൊക്കെ അടിച്ചിരിക്കുകയാണല്ലോ. 2 എന്തായാലും അടിച്ചു. എന്നാ 2 1 നമുക്ക് കിടന്നോട്ടെ. ചില ആൾക്കാരുണ്ടല്ലോ ഇമോഷൻ കുറച്ച് കഴിഞ്ഞ വരും അല്ലേ? മാറ്റിക്കോണം കേട്ടോ. ഒത്തിരി പൈസ ഉണ്ടോ? ഒത്തിരി ഒന്നും ഇച്ചിരി വന്നിട്ടുണ്ടല്ലോ. ഇച്ചിരി വന്നിട്ടുണ്ടല്ലോ. ഇതിലേക്ക് വരുമ്പോ ഓണം ഷൂട്ടിന് വരുമ്പോ ഓണം അറ്റയറിലായിരിക്കണം എല്ലാരും ഒന്ന് പറഞ്ഞു. റാഷിദ് തന്നെ മണവാളനായിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കി എല്ലാരോടും ഞാൻ പറഞ്ഞിരുന്നു സാരി എന്ന്. നിങ്ങൾ ഈ ഡ്രസ്സിനെ കുറിച്ച് പറയുമ്പോ പൂർണിമയൊക്കെ സാരി ഉടുക്കുന്ന ദാവണി ഉടുക്കുന്നൊക്കെ ഈ ഓണത്തിന് മാത്രമാണ്. ഇഷ്ടമുള്ള ഡ്രസ്സ് എന്താ പോ അല്ലാതെ നോർമലി? എനിക്ക് മറ്റേ ക്രോപ്പ് ടോപ്പും ജീൻസ്. റാഷിദിന്റെ ഒരു സങ്കല്പത്തിലെ റാഷിദ് കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ഉള്ള ആളാണെങ്കിലും സങ്കല്പത്തിൽ ഒരു ഓണം എന്ന് പറയുമ്പോ ഈ സാരിയൊക്കെ അതിനകത്ത് പ്രധാന കണ്ടന്റ് വരുമല്ലോ. നിന്ന് സംസാരിച്ചാലേ അതിനേക്കാൾ കൂടുതൽ ഊഞ്ഞാല് വരും. ഊഞ്ഞാല് ഊഞ്ഞാല് നമ്മുടെ വീട്ടില് ഓണത്തിൽ മാത്രമല്ല ഫുൾ ടൈം ഒരു ഊഞ്ഞാലുണ്ട്. അപ്പൊ പിള്ളേരൊക്കെ ആയിട്ട് ഒറ്റയ്ക്കും ഫുൾ ടൈം ഊഞ്ഞാലുണ്ട്. ഫുൾ ടൈം ഊഞ്ഞാലുണ്ട്. അതിനകത്തിരുന്ന് മുറ്റത്തെ ഒരു പ്ലാവില്. അപ്പൊ സത്യത്തിൽ എനിക്ക് അങ്ങനെയുള്ള ആഘോഷമൊക്കെയാണ് ഓണം. പിന്നെ നമ്മുടെ സദ്യ, വടംവലി, ആഘോഷങ്ങൾ അങ്ങനെയൊക്കെ. ഞാനിങ്ങനെ മെന്റലിസം ഒക്കെ വെച്ച് ആർക്കെങ്കിലും സന്തോഷം കൊടുക്കാൻ പറ്റുമോ? മെന്റലിസം എന്ന് പറയുന്നത് തന്നെ സന്തോഷത്തിന് വേണ്ടി യൂസ് ചെയ്യണം എന്നുള്ളതാണല്ലോ. കുറെ പേർക്ക് മെന്റലിസം എന്ന് പറയുമ്പോൾ പേടിയാണ്. എന്തെങ്കിലുമൊക്കെ എന്റെ മനസ്സിലുള്ള രഹസ്യങ്ങൾ എടുക്കുമോ എന്നുള്ളത്. ഇത്രയ്ക്കും മാത്രം രഹസ്യങ്ങൾ എന്താന്നേ ഇവർക്ക്. ശരി, ഒരു കുഞ്ഞ് സന്തോഷം നോക്കാം. ഞാനൊരു പ്രഡിക്ഷൻ തരാം കേട്ടോ. പെട്ടെന്നായതുകൊണ്ടാണ്. എൻ്റെ ഒരു ഫോണിൽ ഈ മറ സൈഡിൽ ഒരു സ്ക്രീൻ സേവർ ഉണ്ട്. അതിനകത്തൊരു സെലിബ്രിറ്റി ഉണ്ട്. പിന്നെ ഒരു നമ്മൾ ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ടല്ലോ, അതിൽ നിന്നുള്ളൊരു സാധനമുണ്ട്. ഓക്കെ, പിടിച്ചോ. ഇത് മറ സൈഡിൽ പ്രഡിക്ഷനാണ്, നോക്കരുത് കേട്ടോ, നോക്കരുത്. ശരി, ഇനി നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ട്. 1നും 100നും ഇടയിൽ ഏത് നമ്പർ വേണോ ഒരു ടീമായിട്ട് തീരുമാനിക്കാം. ഉറക്കെ പറയാം. ഞാൻ ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ലിസ്റ്റിലുള്ള ഏത് നമ്പറാണോ പറയുന്നത് അത് എൻ്റെ ലിസ്റ്റിൽ എത്രാമതാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ശരി, ഓക്കെ. റെഡി അല്ലേ? പക്ഷെ ഞാനിതുപോലെ എൻ്റെ ഈ കൈയുടെ ചലനങ്ങൾ, ഈ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്, ഈ ശബ്ദവിന്യാസം, എൻ്റെ ചില പൊടി ടെക്നിക്കുകളൊക്കെ വെച്ചിട്ട് ഞാൻ നിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കും. പക്ഷെ നിങ്ങൾ വിട്ടുതരരുത്. ഇഷ്ടമുള്ള ഏത് നമ്പറും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. 1നും 100നും ഇടയിൽ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ നിങ്ങളെ മാക്സിമം ഒരു നമ്പറിലേക്ക് കൊണ്ടുവരാൻ നോക്കും. നോക്കാം. ഒരു ടീം വർക്ക് കൂടെ ആയിക്കോട്ടെ. അതെ, ഓണത്തിന്റെ ഒരു സന്ദേശം തന്നെ അതന്നല്ലേ. ടീമാണല്ലോ, ഒരു ഐക്യമാണ്. 7 ഭയങ്കര എളുപ്പമാണ്. 1നും 10നും ഇടയിൽ ഒരു നമ്പർ വിചാരിക്കാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡിൽ ഇതിനെ ഒരു സൈക്കോളജിക്കൽ ഫോഴ്സ് എന്നാ പറയാ കേട്ടോ. നമ്മുടെ മൈൻഡിലേക്ക് ഒരു പർട്ടിക്കുലർ നമ്പർ പെട്ടെന്ന് വരും അല്ലേ? നിങ്ങൾക്ക് വന്നില്ലേ? ഇതേ നമ്പർ നിങ്ങൾക്കും വന്നില്ലേ? ഇതൊരു തരം പ്രഷറാണ്. ചലഞ്ച് ചെയ്തു. എനിക്ക് ഭയങ്കര എളുപ്പമാണ്. എല്ലാവരും ഓക്കെയാണോ? ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ നിമിഷവും ഫുൾ സ്വാതന്ത്ര്യമുണ്ട്. ഇനി അതല്ല ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ എന്റെ കയ്യിലൊരു ലിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് നോക്കിക്കോണേ. ഇത് സെലിബ്രിറ്റീസിന്റെ ലിസ്റ്റാണ് കേട്ടോ. നോക്കിയേ, ടോം ഹാങ്ക്സ് അല്ലേ, മൈക്കൽ ജാക്സൺ, ലിയോണാർഡോ ഡികാപ്രിയോ, ഇവരൊക്കെ കുറച്ചുപേരൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ, കണ്ടിട്ടൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഏത് നമ്പറെ പറഞ്ഞതെന്ന് ഓർത്തോണം കേട്ടോ. ഡേവിഡ് ബെക്കാം അല്ലേ, 64 അല്ലേ. ഇതെല്ലാം ഡിഫറെൻറ്റ് ആൾക്കാരല്ലേ അല്ലേ. എബ്രഹാം ലിങ്കൺ, നെൽസൺ മണ്ടേല, കൊളംബസ് അല്ലേ. ആരെയാ എടുത്തേക്കുന്നത്? ട്രംപിനെയാണ് എടുത്തേക്കുന്നത് അല്ലേ? ആണല്ലോ അല്ലേ. നിങ്ങളുടെ സെലക്ഷൻ ആണോ? ശരി, ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് കൂടിയുണ്ട്. നോക്കിയേ, ആപ്പിൾ, ഓറഞ്ച്, എഗ്, ഷുഗർ, ഏതാണ് ഐറ്റംസ്? ഇതൊക്കെ ഉണ്ട്. മിൽക്ക് അല്ലേ. 100 ഐറ്റംസ് ആണല്ലോ. ലെവണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോ. 100 ആണെന്നുള്ളത് ഒരു റെപ്പറ്റീഷനും ഇല്ല അല്ലേ. നീ ഞങ്ങൾ 64 എടുക്കാൻ എന്തെങ്കിലും പർട്ടിക്കുലർ റീസൺ ഉണ്ടായിരുന്നോ? 1964 പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നു. എന്തോ എനിക്കറിയത്തില്ല, ആരോ മരിച്ചുപോയ വർഷമല്ലേ, അങ്ങനെ ഓർമ്മ വന്നു. നെഹ്റു വന്നു. ശരി, എന്തായിരുന്നു എന്റെ പ്രഡിക്ഷൻ?
സംസാരിച്ചിരിക്കുന്നതിൽ ഒരു സജഷൻ തന്നെയാണ് കണ്ണു തുറക്കാൻ പറ്റില്ല എന്ന്. ശ്രമിച്ചു നോക്കൂ, പക്ഷേ പറ്റില്ല കേട്ടോ. ദ മോർ യു ട്രൈ ദാറ്റ് മച്ച് ഹാർഡർ ഇറ്റ് വിൽ ബി. കണ്ണ് തുറക്കാൻ ശ്രമിക്കും തോറും നന്നായി ശ്രമിക്കുന്നുണ്ടോ? നന്നായി ശ്രമിക്കുന്നുണ്ടോ അശ്വതി? പക്ഷെ പറ്റില്ല, പേടിക്കണ്ട, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഞാനൊന്ന് സ്നാപ്പ് ചെയ്താൽ ആ നിമിഷം നിങ്ങൾക്ക് കണ്ണ് തുറക്കാം. അല്ലാതെ തുറക്കാൻ പറ്റുമെന്ന് നോക്കി. പറ്റില്ലല്ലോ, പറ്റില്ലല്ലോ. ക്ലോസർ ഒന്ന് പോയി നോക്കി, ക്ലോസർ. കണ്ണിങ്ങനെ ഫ്ലിക്കർ ചെയ്യുന്നത് കാണാൻ പറ്റും അല്ലെ? ഇങ്ങനെ ഫ്ലിക്കർ ചെയ്യും. നിങ്ങളുടെ സ്വന്തം കണ്ണല്ലേ? തുറക്കാൻ ഇനി പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ട ഗതികേടായി അല്ലേ? പക്ഷെ പേടിക്കണ്ട, ഞാനൊന്ന് സ്നാപ്പ് ചെയ്യും. ആ നിമിഷം നിങ്ങൾക്ക് കണ്ണ് തുറക്കാൻ പറ്റും. ഓപ്പൺ യുവർ ഐസ്. എന്ന് മാത്രമല്ല ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഇതൊന്ന് കൈ വന്ന് ചേരുന്ന നിമിഷം ജസ്റ്റ് ഒന്ന് കണ്ണടക്കണേ. ആൻഡ് ക്ലോസ് യുവർ ഐസ്. നേരത്തെ 100 മടങ്ങ് പവറിൽ ഇത്തവണ അടഞ്ഞങ്ങ് ചേർന്നു കേട്ടോ. നേരത്തെ 100 മടങ്ങ് പവറിലാണ്. തുറക്കാൻ ശ്രമിക്കും തോറും ടൈറ്റർ. ശ്രമിച്ചു നോക്കിയേ, തുറക്കാൻ ശ്രമിച്ചു നോക്കിയേ. നല്ല ശ്രമം നടക്കട്ടെ, നല്ല ശ്രമം. മാക്സിമം പവർ. പറ്റുന്നുണ്ടോ? എന്തായാലും കണ്ടതിൽ സന്തോഷം. അടിപൊളി ഓണാവട്ടെ കേട്ടോ. തുറക്കാനേ പറ്റുന്നില്ലല്ലോ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊന്ന് പിടിക്കാവോ അശ്വതി? കൈ ഒന്ന് തന്നെ, കൈ ഒന്ന് ഇവിടെ തന്നെ. ജസ്റ്റ് ടോട്ടൽ മൈൻഡ് ആൻഡ് ബോഡി റിലാക്സ്ഡ് ആവും കേട്ടോ. മറ്റേ കൈക്കൊന്ന് താഴ്ത്തിയിട്ടോളൂ. ടോട്ടൽ മൈൻഡ് ആൻഡ് ബോഡി ഈ നിന്നുകൊണ്ട് തന്നെ വളരെ ഡീപ്പറായിട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പോകാൻ പോവാണ്. 5, 4, 3, 2, 1 and sleep. ഡീപ്പ് 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 ഡീപ്പ്. ഈ പൊസിഷനിൽ വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ. വളരെ കംഫർട്ടബിൾ ആണ്, വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ. ഓപ്പൺ യുവർ ഐസ്. നിങ്ങളല്ല കേട്ടോ, നിങ്ങൾ ഓപ്പൺ യുവർ ഐസ്. കൈ ഒന്ന് തന്നെ ഇതിന്റെ അറ്റത്തേക്ക് തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോണേ. വേറെ എങ്ങും ശ്രദ്ധിക്കണ്ട കേട്ടോ. ടോട്ടൽ മൈൻഡ് ആൻഡ് ബോഡി റിലാക്സ്ഡ് ആവും കേട്ടോ. കണ്ണുകളോട് ഭാരം കൂടി 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 വന്ന് കണ്ണ് നല്ലൊരു ക്ഷീണം വരുന്നുണ്ടാവും കേട്ടോ. സുഖകരമായ ഒരു സ്ലീപ്പിലേക്ക് നിന്നുകൊണ്ട് തന്നെ പോകാൻ പറ്റും കേട്ടോ. മൈൻഡ് ആൻഡ് ബോഡി റിലാക്സ്ഡ് ആയിട്ട് വളരെ ഡീപ്പായിട്ടുള്ള റിലാക്സ്ഡ് ഡീപ്പ് 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 വളരെ പവർഫുൾ ആയിട്ടുള്ള ഡീപ്പറായിട്ടുള്ള ഒരു സ്ലീപ്പിലേക്കാണ് പോയിരിക്കുന്നത് കേട്ടോ. വളരെ ഡീപ്പറായിട്ടുള്ള ഒരു സ്ലീപ്പിലേക്കാണ് പോയിരിക്കുന്നത് കേട്ടോ. ലെറ്റ്സ് ട്രൈ. ഫോർ ദ ടൈം ബീയിങ് നിങ്ങളുടെ പേര് ഞാൻ പുറത്തേക്ക് എടുത്ത് കേട്ടോ. നിങ്ങൾക്ക് ഇനി പേര് ആലോചിക്കാനേ പറ്റില്ല കേട്ടോ. പേര് പുറത്തേക്ക് പോയി, അത് അകന്നകന്നകന്ന് പോകുന്നത് ഫീൽ ചെയ്ത് ഇറ്റ്സ് ഗോൺ, കംപ്ലീറ്റ്ലി ഗോൺ, ഇറ്റ്സ് ഗോൺ. നിങ്ങൾക്ക് പേര് ആലോചിക്കാനേ കിട്ടില്ല കേട്ടോ. ഇറ്റ്സ് ഗോൺ. പിടിച്ചോണം കേട്ടോ. ബാക്കിൽ പേര് ആലോചിക്കാൻ ശ്രമിക്കുന്നതോറും അത് അകന്നകന്ന് പോയി കേട്ടോ. എന്താണ് പേരെന്താണ്? ആലോചിച്ച് ഇറ്റ്സ് ഗോൺ. Gone. എന്താണ് പേരെന്താണ്? പേരെന്താണ്? The more you try, പേരെന്താ? It's gone. കടലിനക്കരയാണ്. എൻ്റെ പേര് റാഷിദ് എന്നാണ് കേട്ടോ. എന്താ പേര്? It's gone. അശ്വതി, ഓപ്പൺ യുവർ ഐസ്. ഈ കുട്ടിയുടെ പേരെന്ന് ചോദിച്ചേ. It's gone. അത് പോയി. ഇയാളെ പേര് പറയണോ? പോയില്ലേ? പക്ഷെ പേടിക്കണ്ട. നോക്കിക്കോ. ഞാൻ ഈ പേര് തരാം. പകരം 4 എന്നുള്ള ഡിജിറ്റ്, 4 എന്ന ഡിജിറ്റ് പൂർണ്ണമായും വെളിയിലേക്ക് എടുത്ത് കേട്ടോ. ഇറ്റ്സ് ഗോൺ, കംപ്ലീറ്റ്ലി ഗോൺ. ഒന്ന് എണ്ണിയേ. ഇറ്റ്സ് ഗോൺ. 1 ഉറക്കെ എണ്ണി. യെസ്, എണ്ണാൻ പറ്റും കേട്ടോ. 1, 2, 3, 4, 5, 6 എണ്ണാൻ പറ്റും കേട്ടോ. മറ്റേ നമ്പർ പൂർണ്ണമായും പുറത്തേക്ക് പോയി. എണ്ണിക്കോ, ഇവിടെ നിന്ന് പോയിക്കോ. ഇപ്പൊ ഉള്ളതിന്റെ 1000 മടങ്ങ് ആഴത്തിലാണ് ഉറങ്ങാൻ പോകുന്നത് കേട്ടോ. ടോട്ടൽ മൈൻഡ് ആൻഡ് ബോഡി ലാൻഡ് സ്ലീപ്പ് ഡീപ്പ് 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 ടോട്ടൽ മൈൻഡ് ആൻഡ് ബോഡി. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ആസ്വദിച്ച് ആഹ്ലാദത്തോടെ ആനന്ദത്തോടെ ഉറങ്ങിയിട്ടേയില്ല. നിങ്ങൾ തിരിച്ചുകൊണ്ടുവരികയാണ്. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. ടോട്ടൽ മൈൻഡ് ആൻഡ് ബോഡി റിലാക്സ്ഡ് ആയിട്ടുള്ള ഡീപ്പറായിട്ടുള്ള ഒരു സ്ലീപ്പിലേക്കാണ് പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് പേരൊക്കെ ഇപ്പോൾ ആലോചിക്കാൻ പറ്റുന്നുണ്ട്. കണ്ണൊക്കെ തുറക്കാം. ടോട്ടൽ മൈൻഡ് ആൻഡ് ബോഡി റിലാക്സ്ഡ് ആയിട്ട് നല്ല കണ്ണ് തുറക്കാം. ബ്ലാങ്ക് ആയി. അപ്പൊ
നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ളത്. എനിക്ക് ഇപ്പോഴും കണ്ട് ശരിയായിട്ടില്ല, കണ്ട് തുറന്നു വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്ന കുറച്ച് പേരെടുത്ത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നോക്കാം, ട്രൈ നോക്കാം അല്ലേ. മാവേലി ഉണ്ട് കേട്ടോ, മാവേലി ഒരു കൊടയൊക്കെ ചൂടി നിൽപ്പുണ്ട് കേട്ടോ. ലെറ്റ്സ് സീ. മാവേലിനെ അറിയാലോ അല്ലേ? മാവേലി ഒരു കൊടയൊക്കെ ചൂടിയിട്ട് തൊട്ട് മുന്നിൽ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. നീ ഇനി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ മാവേലിനെ നിനക്ക് കാണാം കേട്ടോ. ലെറ്റ്സ് സീ. 1 2 3 വൈക്കം. ആരാണ് ഓണത്തിന്? ആരാണ്? എണീറ്റോടാ, ജസ്റ്റ് ഒന്ന് എണീറ്റോ, പരിചയപ്പെടുത്തിക്കോ. നിശാന്ത്. ഇതൊന്ന് കയ്യിൽ വെച്ചോടാ. ആരാണ് സംഗതി? ആരാണ്? ആരാന്ന് പറ. അല്ലേ? കൊട കാണുന്നുണ്ടോ? കൊട കാണുന്നുണ്ടോ? കൊട ഇങ്ങ് തന്നെ. ഈ കൊടയൊന്ന് പിടിച്ചേട്ടാ, പിടിക്കുക കേട്ടോ. മാവേലിയുടെ കൊട അത് നീ ഇതിൽ പിക്ചേഴ്സിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. കറക്റ്റ് പിടിച്ചു, കൊട നേരെ പിടിച്ചോ, കറക്റ്റ് പിടിച്ചോടാ. ഹാപ്പി അല്ലേ? ഇന്നേ വരെ കണ്ടിട്ടുള്ള മാവേലിനെ പ്രതീക്ഷിച്ചിരുന്നോ മാവേലിയെ കാണാൻ പറ്റുമെന്ന്? അല്ലേ? കൂടെ ഒന്നൊരു ഫോട്ടോ എടുത്തോ കേട്ടോ. മാവേലിയുടെ കൂടെ കണ്ടതല്ലേ, കൂടെ ഒന്നൊരു ഫോട്ടോ എടുത്തോ. ചേർന്നോ? കുഴപ്പമില്ല കുഴപ്പമില്ല. ഈ ഫോൺ എടുത്തോടാ. എന്നാടാ ഈ ഫോണിൽ ഒരു 3-4 ക്ലിക്സ് എടുത്തോ കേട്ടോ. നന്നായിട്ട് എടുത്തോ കേട്ടോ. എടുത്തോ കേട്ടോ. 5-6 എടുത്തോടാ. ഇത് ഓക്കെ അല്ലേ? നീ ഹാപ്പി ആണോ? എടുത്തോ കേട്ടോ. ഞങ്ങളുടെ ഓണം അടിപൊളിയായി. അപ്പൊ മാവേലിയെ കണ്ടപ്പോൾ ലാസ്റ്റ് നമ്മുടെ അടിപൊളി ഓണമായി. ഞങ്ങൾക്കൊന്ന് കാണണമെന്നൊക്കെ തോന്നി. എന്തായാലും എല്ലാവരുടെയും ഓണം കളറായിട്ട് ഇത്തവണത്തെ മൈൻഡ് ഓണം ആയിരുന്നു അല്ലേ? ശരിക്കും എന്താണ് നമ്മളൊന്ന് മൊത്തത്തിൽ റിഫ്രഷ് ആയി. എങ്ങനെ തോന്നി? എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പിൻ നമ്പറൊക്കെ മാറ്റാൻ വേണ്ടി പോവാണെങ്കിൽ എന്തായാലും ഓണക്കാലത്ത് ഒരുപാട് കാശൊക്കെ വരേണ്ടതാണ്. പിൻ നമ്പറൊക്കെ മാറ്റാൻ പോവാണ്. അപ്പൊ റാഷിദ് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ റാഷിദിന്റെ പേജ് ഉണ്ട്, പറഞ്ഞോളൂ. ദ ബ്രാൻഡ് ഹിപ്നോട്ടിസ്റ്റ് എന്ന് ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്താൽ അതിൽ കുറെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സ് ട്രിപ്സ് ഒക്കെ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ടിപ്സ്, മൈൻഡ് റിലേറ്റഡ് ടിപ്സ്, നമ്മളെപ്പോഴും മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ടിപ്സ് നമുക്ക് ഉപകാരപ്പെടുമെങ്കിൽ അതാകട്ടെ. ഒപ്പം നമ്മുടെ ഈ പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയാം, എങ്കിലും കൂടുതൽ അവരെ നമുക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കാം. ഒരുപാട് ഫുഡ് ബ്ലോഗ്സ് ഒക്കെ ഇനിയും ചെയ്യാൻ പറ്റട്ടെ. കല്യാണമാണ്, അപ്പൊ അതിന് ഓൾ ദ ബെസ്റ്റ്. ഇവിടെ ഒന്നും വലുതായിട്ട് സംസാരിക്കാൻ നമ്മുടെ പൂർണിമ, നമ്മുടെ തനി തിരുവനന്തപുരത്തുകാരി. ഹാപ്പി ഓണം, വെരി ഹാപ്പി ഓണം. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ആവേശത്തോടെ രസിക്കും കാലം.